എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൻ്റെ മോഡൽ എക്സാം നമ്മുടെ വളരെ അടുത്ത് എത്താറായി. അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ട് ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷെ അവിടെ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ചില പാറ്റേണിലെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആവർത്തിച്ച് വരുന്ന മോഡൽ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് അടിപൊളിയായിട്ട് പഠിക്കുക. 10 ക്വസ്റ്റ്യൻസും ഇപ്പം ഒരു ക്വസ്റ്റ്യന് അതിൻ്റെ സബ് ഡിവിഷൻസും പാർട്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ കൺസെപ്റ്റ്സും നിങ്ങൾക്ക് കിട്ടും. അടിപൊളിയായിട്ട് പഠിക്കുക. ഈസി ആയിട്ട് പഠിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഉറപ്പായിട്ടും ഇൻ്റഗ്രൽസിന് സ്കോർ ചെയ്യണം. അതിലെ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ e⁻x sec x × 1 + tan x. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പം നമ്മളവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമുണ്ട്. ഇൻ്റഗ്രൽ e⁻x × ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് e⁻x × ആ ഫംഗ്ഷൻ പ്ലസ് c ആയിരിക്കും. ഇൻ്റഗ്രൽ e⁻x × f(x) പ്ലസ് f'(x). ഇൻ്റഗ്രൽ e⁻x × ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അങ്ങനെയാണെങ്കിൽ e⁻x × ആ ഫംഗ്ഷൻ പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് c ആയിരിക്കും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. ഇൻ്റഗ്രൽ e⁻x × tan x പ്ലസ് sec²x. ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ നോക്കിക്കേ, ഈ e⁻x × tan x-ന്റെ ഡെറിവേറ്റീവ് ആണ് ആര്? sec²x. tan x f(x) ആണെങ്കിൽ sec²x ആരാണ്? f'(x) ആണ്. ശരിയല്ലേ? tan x-ന്റെ ഡെറിവേറ്റീവ് ആണ് sec²x. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? e⁻x × f(x) ആരാ? tan x പ്ലസ് c ആയിരിക്കും. e⁻x × tan x പ്ലസ് c ആയിരിക്കും ആൻസർ വരിക. ലോജിക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേ ലോജിക്കാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത്. ചോദ്യം എങ്ങനെയാണ്? ഇൻ്റഗ്രൽ e⁻x sec x × 1 + tan x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് വരുത്തുക എന്നുള്ളതാണ്. e⁻x മാത്രമേ ബ്രാക്കറ്റിന് മുൻപ് വരാൻ പാടുള്ളൂ. ഇവിടെ sec x ഉണ്ട്. അപ്പോൾ sec x കൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. sec x ഉള്ളിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും? ഇൻ്റഗ്രൽ e⁻x × sec x × 1 എന്താണ്? sec x പ്ലസ് sec x × tan x എന്ത് വരും? sec x tan x. ഓക്കെ ആണേ? ഇത്രയും dx. ഇനി നിങ്ങൾ നോക്ക്, e⁻x × ഒരു f(x) പ്ലസ് f'(x). ആ രൂപത്തിലാണ് ചോദ്യം നിൽക്കുന്നത്. e⁻x × ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. sec x ആണ് ഫംഗ്ഷൻ. sec x-ന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? sec x tan x. ശരിയാണല്ലോ? അപ്പോൾ ഈ sec x എന്ന് പറയുന്നത് f(x) ആണെങ്കിൽ ഈ sec x-ന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള f'(x) ആണ് ആര്? sec x tan x. അങ്ങനെയാണെങ്കിൽ ഇതേ ഫോർമാറ്റ് ആണ്. ഇൻ്റഗ്രൽ e⁻x × ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? e⁻x × ഫംഗ്ഷൻ പ്ലസ് c. ശരിയാണല്ലോ? സോ e⁻x × ഫംഗ്ഷൻ ആരാണ്? sec x പ്ലസ് c. e⁻x × sec x പ്ലസ് c ആണ് ഫൈനൽ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ sin 2x × cos 3x dx. അല്ലേ? ഇൻ്റഗ്രൽ sin 2x × cos 3x dx. അപ്പോൾ നമ്മളൊരു ഫോർമുല അറിയണം. sin a cos b. എന്താണ്? sin a cos b. ഫോർമുല അറിയാത്തവരൊക്കെ ഒന്ന് ബോക്സ് ചെയ്തിട്ടോ. sin a cos b is equal to sin a cos b is equal to 1/2 × sin a plus b പ്ലസ് sin a minus b. എന്താണ്? 1/2 × sin a plus b പ്ലസ് sin a minus b. sin a cos b എന്ന് പറയുന്നത് എന്താണ്? 1/2 × sin a plus b പ്ലസ് sin a minus b. എന്നിട്ട് അതിങ്ങോട്ട് അപ്ലൈ ചെയ്തേ. സോ ഇൻ്റഗ്രൽ 1/2 × sin a plus b. a plus b എന്ന് പറയുമ്പോൾ 2x-ഉം 3x കൂടെ കൂട്ടണം. 2x 3x കൂടെ കൂട്ടി 5x പ്ലസ് സൈൻ
എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2x നിന്ന് 3x കുറയ്ക്കണം. 2x നിന്ന് 3x കുറച്ചാൽ എത്രയാണ്? -x. ക്ലിയർ ആണല്ലോ? dx is equal to integral, നമുക്ക് 1/2 വേണമെങ്കിൽ പുറത്തെടുക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ sin 5x. ഇനി നിങ്ങൾ നോക്കിയേ, സൈൻ ഓഫ് -x ട്രിഗണോമെട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് നേരെ പുറത്തിറങ്ങും അല്ലേ? -sin x ആണ് ആൻസർ വരിക. അതുകൊണ്ട് ഈ സൈൻ ഓഫ് -x പകരം എനിക്കിനി എന്ത് കൊടുക്കാം? -sin x എന്ന് കൊടുക്കാം. അത്രയും dx. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു അതുകൊണ്ട് ആൻസർ നോക്കിയേ, sin x ഇൻ്റഗ്രൽ -cos x ആണ്. അപ്പോൾ sin 5x ഇൻ്റഗ്രൽ -cos 5x ബൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 5x ഡെറിവേറ്റീവ് എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് മറന്നു വരുത്. മൈനസ് വേണ്ട sin x ഇൻ്റഗ്രൽ -cos x ആണ് അല്ലേ? sin x ഇൻ്റഗ്രൽ മൈനസ് ഉൾപ്പെടെ കിടപ്പുണ്ട്. മൈനസ് sin x എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഡെറിവേറ്റീവ് ആണ്? cos x ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ sin x ഇൻ്റഗ്രൽ എന്തുവാ? പ്ലസ് cos x അല്ലേ? പ്ലസ് cos x പ്ലസ് സി ആണ് ഫൈനൽ ആൻസർ. 1/2 ഇൻറ്റു -cos 5x/5 പ്ലസ് cos x പ്ലസ് സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1/2 പുറത്ത് ഇപ്പോൾ ഉണ്ട്. sin 5x ഇൻ്റഗ്രൽ sin x ഇൻ്റഗ്രൽ -cos x ആണ്. അപ്പോൾ sin 5x ഇൻ്റഗ്രൽ -cos 5x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 5x ഡെറിവേറ്റീവ് 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. പ്ലസ് വന്ന് എങ്ങനെയാണ്? sin x ഉൾപ്പെടെ എടുത്തു. sin x ഇൻ്റഗ്രലാണ് cos x, അല്ലെങ്കിൽ cos x ഇൻ്റഗ്രലാണ് sin x അല്ല, cos x ഇൻ്റഗ്രലാണ് sin x. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം cos x ഡെറിവേറ്റീവ് ആണ് sin x. cos x ഇൻ്റഗ്രൽ sin x ആണ്. cos x ഡെറിവേറ്റീവ് ആണ് sin x. അഥവാ sin x ഇൻ്റഗ്രലാണ് പ്ലസ് cos x. അല്ലെങ്കിൽ ഈ മൈനസ് ഇവിടെ ഇട്ടിട്ട് sin x ഇൻ്റഗ്രൽ -cos x എന്ന് എഴുതുക. എന്നിട്ട് 2 മൈനസ് ചേർത്ത് പ്ലസ് ആക്കിയാലും മതി. എങ്ങനെയാണല്ലോ ആൻസർ പ്ലസ് cos x. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1/2 ഇൻറ്റു -cos 5x/5 പ്ലസ് cos x പ്ലസ് സി. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ x+1 ഇൻറ്റു x+2 dx. കാണുമ്പോൾ തന്നെ അറിയാം, ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആണ്, പോളിനോമിയലാണ്. ഫാക്ടറൈസ്ഡ് ആണെങ്കിൽ, ഫാക്ടറൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ? ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ? എന്നിട്ട് ഈ കാണുന്ന സാധനം കൊണ്ട് എഴുതാം. 1 ഡിവൈഡഡ് ബൈ x+1 ഇൻറ്റു x+2. 1 ബൈ x+1 ഇൻറ്റു x+2 is equal to a ബൈ x+1 പ്ലസ് b ബൈ x+2 എന്നങ്ങ് എഴുതാം അല്ലേ? a ബൈ x+1 പ്ലസ് b ബൈ x+2. ഇനി എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, x+1 ഇൻറ്റു x+2, അത് മൊത്തത്തിൽ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ കാണുന്ന സാധനം അതേപോലെ നോക്കിയൊന്ന് എഴുതുക ആദ്യം. 1 ബൈ x+1 ഇൻറ്റു x+2 is equal to a ബൈ x+1 പ്ലസ് b ബൈ x+2. നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡിനോമിനേറ്റർ മൊത്തത്തിൽ ഗുണിക്കുക. അതായത് എല്ലാവരുടെയും ന്യൂമിനേറ്ററിൽ ഈ ഡിനോമിനേറ്റർ കൊടുക്കുക. അപ്പം ഇവിടെ എന്ത് വരും? മുകളിൽ x+1 ഇൻറ്റു x+2 വരും. ഇവിടെ എയുടെ കൂടെ x+1 ഇൻറ്റു x+2 വരും. ഇവിടെ ബിയുടെ കൂടെയും ആര് വരും? x+1 ഇൻറ്റു x+2 വരും അല്ലേ? b ബൈ x+2ൻ്റെ കൂടെയും x+1 ഇൻറ്റു x+2 വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡിനോമിനേറ്റർ മൊത്തത്തിൽ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ x+1 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ x+2 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 is equal to a ഇൻറ്റു x+2 പ്ലസ് b ഇൻറ്റു x+1 എന്ന് വരും. ശരിയാണല്ലോ? 1 is equal to a ഇൻറ്റു x+2 പ്ലസ് b ഇൻറ്റു x+1. ഇവിടുന്ന് നേരെ വേണമെങ്കിൽ ഇങ്ങോട്ട് ചാടാം. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ സ്റ്റെപ്പ്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് എഴുതാൻ എന്താണ് വഴി?
നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ന്യൂമറേറ്റർ അതേപോലെ എഴുതുക. 1 ഇസ് ഈക്വൽ ടു, ഇനി ഇത് ഇങ്ങോട്ട് വരുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ x+1 x+1 പോയിട്ട് ബാക്കി x+2 ഉണ്ടാവും. ബിയുടെ കൂടെ x+2 ക്യാൻസൽ ആയിട്ട് ബാക്കി x+1 ഉണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? യെസ്, ഇതൊരു സ്റ്റെപ്പ് മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇനി നമുക്ക് രണ്ട് രീതിയിൽ മുന്നോട്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാതുള്ളൊരു വഴി എന്താണ്? നമുക്ക് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. ഇവിടെ എ ക്യാൻസൽ ആയി പോയാൽ ബി കിട്ടും, ബി ഇല്ലാതായാൽ എ കിട്ടും. എ ഇല്ലാതാവാൻ എക്സിന് -2 കൊടുത്താൽ മതി, ബി ഇല്ലാതാവാൻ എക്സിന് -1 കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ നമുക്ക് എ കണ്ടുപിടിക്കാം, ബി എ ഇല്ലാതാക്കാം. അപ്പോൾ എന്താണ്? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു, ബി എ ഇല്ലാതാക്കണമെങ്കിൽ -1 കൊടുക്കണം. കാരണം -1 + 1 എന്താവും? 0. ഇനി കൊടുത്തേ 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇവിടെ കൊടുക്കുക, എക്സിന് -1 + 2. ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. -1 + 1 0 1 ഈക്വൽ ടു 2 ൽ നിന്ന് 1 പോയാൽ 1, 1 ഗുണം എ എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ എയുടെ വില കിട്ടി. എയുടെ വില എത്രയാണ്? 1. ഓക്കെ ആണേ. ഇനി അടുത്ത ജോലി. ഇനി നമുക്ക് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കണമെങ്കിൽ എ ഇല്ലാതാവണം. എ ഇല്ലാതാവണമെങ്കിൽ എക്സിന് -2 കൊടുക്കണം. കാരണം -2 + 2 എന്താവും? 0. ശരിയല്ലേ? അടുത്ത പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -2. 1 ഇസ് ഈക്വൽ ടു, ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. എ ഇൻറ്റു -2 + 2 0 ആവും. ബാക്കി ബി ഇൻറ്റു -2 + 1. 1 ഇസ് ഈക്വൽ ടു -2 + 1 എന്ന് പറഞ്ഞാൽ -1. -1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ -b. മൈനസ് ഇപ്പുറം കൊണ്ട് ഹരിച്ചാൽ ബി ഈക്വൽ ടു -1 അല്ലേ? ബി ഇസ് ഈക്വൽ ടു -1. അപ്പോൾ എയുടെ വില കിട്ടി. എ എന്ന് പറയുന്ന 1, ബിയുടെ വില കിട്ടി. ബി എത്രയാണ്? -1. ഇനി നമ്മുടെ ജോലി എന്തോ? ഈ എയുടെയും ബിയുടെയും വാല്യൂ കൊണ്ട് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? therefore 1/x+1 ഇൻറ്റു x+2 is equal to a by എന്ന് പറയുമ്പോൾ എന്താണ്? 1/x+1. എയുടെ പ്ലേസിൽ 1 കൊടുക്കുക. 1/x+1 പ്ലസ് b എന്ന് പറഞ്ഞാൽ -1. ബിയുടെ സ്ഥാനത്തോട്ട് -1. -1/x+2. -1/x+2. ഓക്കെ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത ക്വസ്റ്റൻ ആയി. 1/x+1 ഇൻറ്റു x+2 dx അല്ലേ? 1/x+1 ഇൻറ്റു x+2 dx. ലെഫ്റ്റ് സൈഡ് ക്വസ്റ്റൻ ആയി. റൈറ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ആൻസർ ആവും. രണ്ടുപേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1/x+1 dx, ഇവിടെ പ്ലസ് മൈനസും ചേർത്ത് മൈനസ് ഇൻ്റഗ്രൽ 1/x+2 dx. നോക്കിക്കേ, ശ്രദ്ധിച്ചിരിക്കണം. ഇൻ്റഗ്രൽ 1/x+1 dx നമുക്കറിയാം. ഇൻ്റഗ്രൽ f' ഡിവൈഡഡ് ബൈ f(x) dx എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് f(x) പ്ലസ് c ആണ്. അതായത് ഒരു ഫ്രാക്ഷൻ ആണ്. ആ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ, ഡിനോമിനേറ്റർ f(x) ആണ്, ആ f(x)ന്റെ ഡെറിവേറ്റീവ് ആണ് f'(x). ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആണ് അല്ലേ? ഇപ്പോൾ ഡിനോമിനേറ്റർ f(x), അതിൻ്റെ ഡെറിവേറ്റീവ് f'(x) മുകളിലുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ഓക്കെ ആണേ. ആ ഒരു ലോജിക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഡിനോമിനേറ്റർ x+1, x+1ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0. 1 + 0 1. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. ആൻസർ എന്താണ്? ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ഇവിടെ അതേപോലെ തന്നെ x+2ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് 0 മുകളിലുണ്ട്. അവിടെ ആൻസർ എന്ത് വരും? ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് c. സോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ലോഗരിതത്തിൻ്റെ ഒരു ഐഡന്റിറ്റി ഉപയോഗിക്കാം അല്ലേ? എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ് അല്ലേ? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. അതുകൊണ്ട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി, x+1/x+2 പ്ലസ് c. ആൻസർ എന്താ വരുന്നത്? ലോഗ് മോഡ് x+1/x+2 പ്ലസ് c. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമ്മുടെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ചെയ്യുന്നതിന് 2 മാർക്ക്, രണ്ടാമത്തെ പാർട്ട് 3 മാർക്ക്. അങ്ങനെ 5 മാർക്കിന് ഒരുപാട് പ്രാവശ്യം പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഇന്റഗ്രൽ, ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 0 to π x sin x by 1 plus cos square x dx.
ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എക്സ്പ്രസ് I is equal to pi by 2 into integral 0 to pi sin x by 1 plus cos square x dx. ഈ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് അതാണ് എന്ന് ആ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് ഇത് ഷോ ചെയ്ത് കാണിക്കണം. I is equal to pi square by 4 ആണെന്ന് ഷോ ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ജോലി. നമുക്ക് 1 by 1 ആയിട്ട് പരിപാടി ആരംഭിക്കാം. ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യത്തിൻ്റെ എ പാർട്ട് I is equal to തന്നിട്ടുള്ള സാധനം എഴുതാം. ഇൻറ്റഗ്രൽ 0 to pi x sin x divided by 1 plus cos square x dx. So this is equal to, നമുക്കറിയാം ഇൻറ്റഗ്രൽസിനകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻറ്റഗ്രൽസ്, അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇൻറ്റഗ്രൽ 0 to a f of x dx is equal to ഇൻറ്റഗ്രൽ 0 to a f of a minus x dx. അല്ല, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. 0 to a f of x dx ആണെങ്കിൽ 0 to a f of xൽ ഈ എക്സ് മാറ്റിക്കൊണ്ട് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആക്കാം അല്ലേ. എക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് കൊടുക്കാം? അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എക്സ് കാണുന്ന സ്ഥലത്തെല്ലാം നമുക്ക് എന്ത് കൊടുക്കാം? അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് കൊടുക്കാം അല്ലേ. എക്സ് കാണുന്ന സ്ഥലത്തെല്ലാം അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ മാറും? ഇൻറ്റഗ്രൽ 0 to pi, ഇവിടെ എക്സ് കണ്ടു, അത് അപ്പർ ലിമിറ്റ് മൈനസ് പൈ മൈനസ് എക്സ് ആക്കി, സൈൻ ആൻഡ് അപ്പർ ലിമിറ്റ് പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് മാറ്റി പൈ മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റാണേ, സംശയമൊന്നുമില്ലല്ലോ. യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to pi. So this is equal to pi minus x into, നമുക്ക് സൈൻ ഓഫ് പൈ മൈനസ് എക്സ്, സൈൻ ഓഫ് 180 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് തന്നെയാണ്. നമുക്കറിയാം സൈൻ ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് തന്നെയാണ്, പഠിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നുണ്ട് കോസ് ഓഫ് പൈ മൈനസ് എക്സ് വരുന്നുണ്ട്. കോസ് ഓഫ് പൈ മൈനസ് എക്സ്, കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്, മൈനസ് കോസ് എക്സ്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, കോസിന് സ്ക്വയർ ചെയ്യുന്നുണ്ട് അല്ലേ. കോസിന് ഇപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ എന്ത് വരും? കോസ് സ്ക്വയർ പൈ മൈനസ് എക്സ് എന്ന് വരും. ഇവിടെയും സ്ക്വയർ ചെയ്യുക, മൈനസ് കോസ് എക്സിൻ്റെ സ്ക്വയർ എന്ന് വരും. മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആണല്ലോ, അപ്പോൾ കോസ് സ്ക്വയർ എക്സ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സൈൻ ഓഫ് പൈ മൈനസ് എക്സ്, വേണ്ടേ, സൈൻ ഓഫ് പൈ മൈനസ് എക്സിന് പകരം എന്ത് കൊടുക്കാം? സൈൻ ഓഫ് പൈ മൈനസ് എക്സിന് പകരം സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ പൈ മൈനസ് എക്സ്. കോസ് ഓഫ് പൈ മൈനസ് എക്സ് ആണ് മൈനസ് കോസ് എക്സ്, പക്ഷെ സ്ക്വയർ ഉള്ളതുകൊണ്ട് അത് എന്തായി? പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആയി. സോ കോസ് സ്ക്വയർ പൈ മൈനസ് എക്സിന് പകരം എന്ത് കൊടുക്കാം? കോസ് സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ ആണേ. യെസ്. സോ ഇത് ഐ ആണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി ശ്രദ്ധിക്കുക. ഐ പ്ലസ് ഐ, ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ കൂട്ടിയാൽ, ലെഫ്റ്റ് സൈഡ് കൂട്ടിയാൽ ഐയും കൂടെ കൂട്ടിയാൽ 2i, റൈറ്റ് സൈഡ് കൂട്ടാം 0 to pi കോമൺ ആണ്, ഡി എക്സും കോമൺ ആണ്. ഇപ്പോൾ ഈ മെയിനായിട്ട് കാണുന്ന ഈ രണ്ട് ആൾക്കാരെ തമ്മിൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? എക്സ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ്, ഇവിടെ വേണ്ട ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്, പൈ ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും, മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ 0 to pi. നിങ്ങൾ നോക്കിയേ, ഡിനോമിനേറ്റർ സെയിമാണ്, ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടാമല്ലോ. കൂട്ടുമ്പോൾ എന്ത് വരും? എക്സ് സൈൻ എക്സ് പ്ലസ് പൈ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് എന്ന് വരും അല്ലേ. ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എക്സ് സൈൻ എക്സ് പ്ലസ് പൈ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ എക്സ്. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. ഇപ്പോൾ സിംഗിൾ ഫ്രാക്ഷൻ ആക്കാം, 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. വേണ്ടേ, ന്യൂമറേറ്ററിൽ എന്തൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യും? പ്ലസ് പൈ സൈൻ എക്സും മൈനസ് പൈ സൈൻ എക്സും കൂടെ വെട്ടാം അല്ലെ. പൈ സൈൻ എക്സ്, സോറി എക്സ് സൈൻ എക്സ്, എക്സ് സൈൻ എക്സും മൈനസ് എക്സ് സൈൻ എക്സും കൂടെ വെട്ടാം. ക്ലിയർ ആണേ? പ്ലസ് എക്സ് സൈൻ എക്സും മൈനസ് എക്സ് സൈൻ എക്സും കൂടെ വെട്ടിപ്പോയി. ബാക്കി കണ്ട് ഇങ്ങോട്ട് എഴുതാണ്. 2i is equal to എന്ത് വരും? 2i is equal to ഇൻറ്റഗ്രൽ 0 to pi. ബാക്കി ന്യൂമറേറ്ററിന് ആര് മാത്രമേ ഉള്ളൂ? പൈ സൈൻ എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ. പൈ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്, 1 പ്ലസ്
കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടുന്ന് ഐ മാത്രം എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇപ്പുറം കൊണ്ട് ഹരിക്കണം അല്ലേ? സോ ഇവിടുന്ന് ഐ ഈസ് ഈക്വൽ ടു ഈ ഇന്റഗ്രലിന്റെ പുറത്ത് എടുക്കാം പൈ കോൺസ്റ്റന്റ് ആണ്, പൈ പുറത്ത് വരും, പൈ ബൈ ഇപ്പറേ മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ, പൈ ബൈ 2 ഇൻറ്റു എന്ത് വരും? ഇന്റഗ്രൽ 0 to പൈ, ബാക്കി ഇവിടെ ആര് മാത്രമുണ്ട്? സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. പ്രൂഫായേ? ശരിയാണല്ലോ, പ്രൂഫായല്ലോ. ഐ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അതാണ് ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ഐ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. സെയിം സാധനം അല്ലേ കിട്ടിയേക്കുന്നത്? ഐ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇതാണ്. ഷോ ദാറ്റ് ഐ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 4. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തെടുത്ത സാധനത്തിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് പാർട്ടിൽ എന്തോ പ്രൂവ് ചെയ്തെടുത്ത്? ഐ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to പൈ സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി തെളിയിച്ചെടുത്ത സാധനമാണിത്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ തെളിയിച്ച് കാണിക്കണം ഐ എന്ന് പറയുന്നത് എന്താണ്? പൈ സ്ക്വയർ ബൈ 4 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം ദിസ് ഈസ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? കാരണം എപ്പോഴാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുക? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ചോദ്യത്തിൽ തന്നെ പരിസരത്ത് കിടക്കുമ്പോഴാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത് അല്ലേ? നോക്കാം, ഇവിടെ കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. നമുക്ക് മൈനസ് പ്ലസ് ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കോൺസ്റ്റന്റ് ക്യാൻ ബി അഡ്ജസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ പക്ഷേ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്, മൈനസ് സൈൻ എക്സ് ആണ്, പ്ലസ് സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സംശയം വേണ്ട, കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ, പക്ഷേ സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കരുത്. സൈൻ എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡെറിവേറ്റീവ് കോസ് എക്സ് കിട്ടുമെങ്കിലും നമുക്ക് വിത്ത് ഡി എക്സ് കൂടെ എടുക്കാൻ പറ്റില്ല അല്ലേ? 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ശരിയാണല്ലോ. അപ്പം 1 പ്ലസ് കോസ് സ്ക്വയർ എക്സിനായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് സൈൻ എക്സിന് ടി എന്ന് കൊടുത്തിട്ട് നമുക്ക് കിട്ടത്തില്ല. കോസ് എക്സിന് കൊടുത്താൽ സൈൻ എക്സ് ഡി എക്സ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കോസ് എക്സിന് പകരം എന്ത് കൊടുക്കുക? ടി കൊടുക്കുക. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് അല്ലേ? മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. നമുക്ക് മൈനസ് വേണ്ട, സൈൻ എക്സ് ഡി എക്സ് മാത്രം മതി. മൈനസ് അപ്പുറം കൊടുക്കുക, മൈനസ് ഡി ടി. ഓക്കെ, സൈൻ എക്സ് ഡി എക്സ് എന്ത് വരും? മൈനസ് ഡി ടി. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ ചോദ്യത്തിൽ എക്സിന്റെ ലിമിറ്റ് കിടക്കുന്നത്, ചോദ്യം പൂർണ്ണമായിട്ട് ടിയിലേക്ക് മാറുക. നമ്മൾ ഇനിയിപ്പോൾ ടിയുടെ ലിമിറ്റ് വേണം കൊടുക്കാൻ. ടിയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ടി ഈസ് ഈക്വൽ ടു എന്താണ്? കോസ് എക്സ്. അപ്പൊ ടിയുടെ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടി ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. ഈ എക്സിന്റെ പ്ലേസിലോട്ട് പഴയ ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. പുതിയ ലോവർ ലിമിറ്റ് എന്ത് വരും? ടി ഈസ് ഈക്വൽ ടു കോസ് എക്സിന്റെ പ്ലേസിലോട്ട് പഴയ ലോവർ ലിമിറ്റ് 0. കോസ് 0 എന്താണ്? 1. ഇനി ടിയുടെ അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടിയുടെ സ്ഥാനത്തോട്ട് പഴയ അപ്പർ ലിമിറ്റ് പൈ ആണ്. കോസ് എക്സിന്റെ സ്ഥാനത്തോട്ട് പൈ. ഓക്കെ, കോസ് പൈ, കോസ് 180 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ ലിമിറ്റ് പൂർണ്ണമായിട്ട് മാറുവാണേ. ഇനി ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് എക്സിന്ന് എങ്ങോട്ട് മാറുക? ടിയിലോട്ട് മാറുക. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ, നോക്കിക്കോ, 0 to പൈ. പുതിയ ലോവർ ലിമിറ്റ് 1 ആണ്, പുതിയ അപ്പർ ലിമിറ്റ് -1 ആണ്. ഓക്കെ, ഇതാണ്ടാ നോക്കിക്കേ, സൈൻ എക്സ് ഡി എക്സ് എന്താവും? മൈനസ് ഡി ടി. സെറ്റാണേ. 1/1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടി ആ, കോസ് എക്സിന് സ്ക്വയർ ഉണ്ട്, അപ്പൊ ടി സ്ക്വയർ. ഈ മൈനസ് നേരെ പുറത്തിറങ്ങും. മൈനസ് പൈ ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ 1 to -1 1/1 പ്ലസ് ടി സ്ക്വയർ ടി ടി. സെറ്റാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ഇൻറ്റു 1/1 പ്ലസ് ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്തുവാ? ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആയിരുന്നു അല്ലെ? ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രൽ 1/1 പ്ലസ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ടി.
ലിമിറ്റ് അവിടെ മുതൽ എവിടെ വരെയാണ് 1 മുതൽ -1 വരെ. സോ -π/2 ഇൻറ്റു നമ്മൾ ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടിയുടെ സ്ഥാനത്തോട്ട് -1 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? tan ഇൻവേഴ്സ് -1 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടിയുടെ സ്ഥാനത്തോട്ട് 1 കൊടുക്കണം. tan ഇൻവേഴ്സ് 1. സോ -π/2 ഇൻറ്റു നോക്കിക്കേ, tan ഇൻവേഴ്സ് -1, tan ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ മൈനസ് നേരെ പുറത്തിറങ്ങും അല്ലേ. tan ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x ആണ്, tan ഇൻവേഴ്സ് x ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ tan ഇൻവേഴ്സ് -1 എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് 1 അല്ലെ, tan ഇൻവേഴ്സ് 1 tan ഇൻവേഴ്സ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു -π/2 ഇൻറ്റു tan ഇൻവേഴ്സ് 1 tan ഇൻവേഴ്സ് 1 -x എന്ന് പറഞ്ഞാൽ എന്തുവാ? -2x ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് 1 tan ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -2 tan ഇൻവേഴ്സ് 1. ഓക്കെ ആണേ. -x എന്ന് പറഞ്ഞാൽ -2x ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് 1 tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ -2 tan ഇൻവേഴ്സ് 1 അല്ലേ, -2 tan ഇൻവേഴ്സ് 1. ഇനി നല്ലോണം ശ്രദ്ധിച്ചോണം, അതിൻ്റെ 2ഉം 2ഉം ക്യാൻസലായി, മൈനസും കൂടെ പ്ലസ് ആയി, മൈനസും കൂടെ പ്ലസ് ആയി. ബാക്കി ഇനി ഒരു പൈ ഉണ്ട്, ദാറ്റ് ഈസ് π ഇൻറ്റു tan ഇൻവേഴ്സ് 1. സോ π ഇൻറ്റു tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ടാനിന് ഏത് ആംഗിളാണ് 1 വരുന്നതെന്ന് ആലോചിക്കണം. ടാൻ ഏത് ആംഗിളാണ് 1 വരുന്നത്? tan 45 ആണ് 1 വരുന്നത്. അപ്പോൾ tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. 45ന്റെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എന്തുവാ? π/4 അല്ലെ. 45ന്റെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എന്താണ്? π/4. π ഇൻറ്റു π എന്ന് പറഞ്ഞാൽ π². സോ π²/4 ഒരു ആൻസർ. പ്രൂഫ് ആയല്ലോ. I is equal to എന്ത് കിട്ടി? π²/4. Therefore നമുക്ക് ഫൈനൽ ആൻസർ ആയി I is equal to π² divided by 4. I is equal to π²/4. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 2 to 3 x/x² + 1 dx. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഡിനോമിനേറ്റർ x² + 1 ആണ്. x² ഡെറിവേറ്റീവ് 2x ആണ്. 2 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ 2xലെ x ഇവിടെ ഉള്ളതുകൊണ്ട്, x ന്യൂമറേറ്ററിൽ ഉള്ളതുകൊണ്ട് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം. വേണ്ട നോക്കിക്കേ, x² + 1 പകരം t കൊടുക്കാം. x²ന്റെ ഡെറിവേറ്റീവ് 2x, 1ൻ്റെത് 0, dx ഈക്വൽ ടു dt. നമുക്ക് x dx മതി, അതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതുന്നു dt/2 എന്ന് എഴുതുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് 2 അപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്ത് dt/2 എന്നാക്കുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുമായിട്ട് മുന്നോട്ട് പോയാൽ ലിമിറ്റ് മാറ്റണം. അപ്പോൾ പുതിയ ലിമിറ്റ് നമുക്കറിയാം, t എന്ന് പറയുന്നത് എന്താണ്? x² + 1 ആണ്. പുതിയ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ t ഈസ് ഈക്വൽ ടു എക്സിന് പകരം പഴയ ലോവർ ലിമിറ്റ് 2 ആണ്. 2ൻ്റെ സ്ക്വയർ + 1, 4 + 1 5. ഇതാണ് പുതിയ ലോവർ ലിമിറ്റ്. പുതിയ അപ്പർ ലിമിറ്റ് വേണമെന്നുണ്ടെങ്കിൽ t ഈസ് ഈക്വൽ ടു എക്സിന് പകരം പഴയ അപ്പർ ലിമിറ്റ് 3 ആണ്. 3 കൊടുക്കുക. 3² + 1 9 + 1 10. ഇതാണ് പുതിയ അപ്പർ ലിമിറ്റ്. അപ്പോൾ പുതിയ ലോവർ ലിമിറ്റായി, പുതിയ അപ്പർ ലിമിറ്റായി. ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും ടിയിലേക്ക് മാറുകയാണ്. പുതിയ ലോവർ ലിമിറ്റ് 5, പുതിയ അപ്പർ ലിമിറ്റ് 10. x dx ഇതാണ് നോക്കിക്കേ, x dxന് പകരം dt/2 1/x² + 1 പകരം t. 1/2 പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ 5 to 10 1/t dt. സോ 1/tയുടെ ഇൻ്റഗ്രൽ എന്താണ്? ആരുടെ ഡെറിവേറ്റീവ് ആണ് 1/t? ലോഗ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് 1/t. ശരിയല്ലേ? അപ്പോൾ 1/tയുടെ ഇൻ്റഗ്രൽ എന്ത് വരും? ലോഗ് t ഓവർ ദ ലിമിറ്റ് 5 to 10 അല്ലെ, ഓവർ ദ ലിമിറ്റ് 5 to 10. ഇനി എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് കൊടുക്കുക. സോ 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് ടിയുടെ പ്ലേസിലോട്ട് 10 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് ടിയുടെ പ്ലേസിലോട്ട് 5. സോ 1/2 ഇൻറ്റു നോക്കിക്കേ, ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് a/b. ഓക്കെ ആണേ. സോ ലോഗ് a/b എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ 10/5.
സോ 1/2 ഇൻറ്റു ലോഗ് 10/5 എത്രയാണ് 2. സോ ഹാഫ് ലോഗ് 2, 1/2 ലോഗ് 2 വേണമെന്നുണ്ടെങ്കിൽ n ലോഗെ വെച്ചുകൊണ്ട് 1/2ന് 2ന്റെ പവറിൽ കൊടുക്കാം, 2 എന്നാക്കാം. ഇനി നമ്പർ റൈസ് ടു ഹാഫ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ വെച്ചിട്ട് ഇത് √2 എന്നൊക്കെ ആക്കാം, ലോഗ് √2 എന്നൊക്കെ വേണമെങ്കിൽ ആക്കാം. ഇവിടം വരെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്ക് വരെയൊക്കെ ചോദിക്കാവുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽ 0 to 5x + 1 dx നേരിട്ട് ചെയ്യാവുന്ന ഉത്തരം അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, x²/2 അറിയാലോ അല്ലേ. ഇൻ്റഗ്രൽ x⁻n എന്ന് പറയുന്നത് എന്താണ്, x⁻n+1/n+1 ആണ് അല്ലേ. അപ്പോൾ അതനുസരിച്ച് x എന്ന് പറഞ്ഞാൽ x⁻1 അല്ലേ. അപ്പോൾ x⁻1 + 1 2/1 + 1 2 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ x ഓവർ ദ ലിമിറ്റ് 0 മുതൽ 5 വരെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്തോട്ട് 5 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 5²/2 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്തോട്ട് 5 5. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുന്നത്, പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല, 0 - 0 എന്നേ വരുള്ളൂ. സോ 5 25/2 പ്ലസ് 5 25 പ്ലസ് 5 10/2 25 10 35/2 വരും ആൻസർ. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാവുന്ന പരിപാടിയാണ്. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ്, പകുതി ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 2 പാർട്ടുണ്ട്. ഒരെണ്ണം ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്, പിന്നെ ഒരെണ്ണം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 1 മാർക്ക്, ഒരു 2 മാർക്ക്. ഓക്കെ, നോക്കിക്കോളൂ. ആദ്യത്തെ എളുപ്പമാണ് അല്ലേ. ഇൻ്റഗ്രൽ 1/x dx. 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ലോഗ് mod x + c. ഓക്കെ, സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇൻ്റഗ്രൽ √(x² + 4x + 8 dx. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ഇത് 2 രീതിയിൽ വരാം. ഒന്നില്ലെങ്കിൽ ഇൻ്റഗ്രൽ √(x² + a² വരാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ √(x² - a² വരാം. ഇൻ്റഗ്രൽ √(x² - a² ആണെങ്കിൽ x/2 √(x² - a² + a²/2 sin inverse x/a + c എന്ന് പറഞ്ഞ റിസൾട്ട് ഉണ്ട്. അത് അപ്ലൈ ചെയ്യണം. √(x² + a² ആണെങ്കിൽ x/2 √(x² + a² + a²/2 log of x plus √(x² + a² + c. ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് സം സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ് പഠിക്കാനുള്ള റിസൾട്ടാണ്. അപ്പോൾ എനിവേ നമുക്ക് എങ്ങനെ വന്നാലും ഒരു x² + a², ഒരു സ്ക്വയറുകളുടെ സമ്മായിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്താലേ നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിവിടെ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, ഉറപ്പായിട്ടും ഇവിടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്, ഇൻ്റഗ്രൽ √(x² + എന്താണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആഡിങ് കോഎഫിഷ്യന്റ് ഓഫ് x/2 the whole square on both sides. അല്ലെങ്കിൽ both sides ഒഴിവാക്കിയാൽ ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് x/2 the whole square എന്ന് പറയാം. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇവിടെ ബോത്ത് സൈഡ് ഇല്ലല്ലോ, ഒരു സൈഡല്ലേ ഉള്ളൂ. സോ ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നിലെ 2 സൈഡിലും കൂട്ടി ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് ബാലൻസ് ചെയ്യാം, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ്. നോക്കാം, ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇതേണ്ട എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4, 4ൻ്റെ പകുതി 2, 2ൻ്റെ സ്ക്വയർ 4 അല്ലേ. അത് നമ്മൾ കൂട്ടണം. 4 കൂട്ടിയ 4 ബാലൻസ് ചെയ്യാൻ 4 കുറയ്ക്കണം. ഓൾറെഡി ഇവിടെ ഒരു 8 ഉണ്ടായിരുന്നു, ആ 8 അങ്ങോട്ട് മാറ്റി എഴുതുക, +8. ഇനി ആദ്യത്തെ 3 പേര് ചേർന്നിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. അതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് പേര് വരാനുള്ള കാരണം. ആദ്യത്തെ 3 പേര് ചേർന്ന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. നോക്കിക്കേ, ഇൻ്റഗ്രൽ ഇതെന്താണ്, കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവണം ഇത് x+2 ഹോൾ സ്ക്വയർ ആണെന്നുള്ള കാര്യം. x² + 4x + 4 a² + 2ab + b² വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² + 2 × 2 × x 4x + 2² 4. അത് കാണുമ്പോഴേ മനസ്സിലാവണം ഇത് a + b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണ്, അല്ലെങ്കിൽ ഇത് x+2 ഹോൾ സ്ക്വയർ ആണ്, x² + 4x + 4. ചിലർക്കത് മനസ്സിലാവത്തില്ല. മനസ്സിലായില്ലെങ്കിലും എഴുതാൻ വഴി പറഞ്ഞുതരാം.
ഇങ്ങനെ എല്ലായ്പ്പോഴും കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആഡ് ചെയ്യണം, എന്നിട്ടേ സബ്ട്രാക്ട് ചെയ്യാവുള്ളൂ. അത് മറന്നു പോരുത്. ആദ്യത്തെ ടേമിൻ്റെ റൂട്ട് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ്, രണ്ടാമത്തെ ടേമിൻ്റെ സൈൻ 4x സൈൻ പ്ലസ്, മൂന്നാമത്തെ ടേമിൻ്റെ റൂട്ട് 4ൻ്റെ റൂട്ട് 2, ഇതിൻ്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും. അത് ഇതെല്ലായ്പ്പോഴും ഇങ്ങനെ വരത്തുള്ളൂ, എല്ലായ്പ്പോഴും ഇങ്ങനെ വരത്തുള്ളൂ. ഒരു ട്രിക്കാണ് കേട്ടോ. ആദ്യത്തെ ടേമിൻ്റെ റൂട്ട്, രണ്ടാമത്തെ ടേമിൻ്റെ സൈൻ, മൂന്നാമത്തെ ടേമിൻ്റെ റൂട്ട്, ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ വരും, പ്ലസ് ബാക്കി 8ൽ നിന്ന് 4 പോയാൽ 4 വരിക. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? എക്സ് പ്ലസ് 2 പ്ലസ് 4നെ 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതി dx. ഇതേതാ റിസൾട്ട്? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്ന റിസൾട്ടാണ്. റിസൾട്ട് ഞാൻ ഇവിടെ എഴുതിയിരുന്നുണ്ട്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഒരു ലെങ്തി റിസൾട്ടാണ്. എനിവേ 2 മാർക്ക്, ഇത്രയും ചെയ്യുന്നതിന് 1 മാർക്ക്, റിസൾട്ട് അപ്ലൈ ചെയ്ത് എഴുതുന്നതിന് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി 3 മാർക്കിന് വരെ ചോദിക്കാം കേട്ടോ. 3 മാർക്കിന് വരെ വകുപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നോക്കിക്കേ. വേണ്ട, എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 2 ആണെന്ന് മാത്രം നേരെ ബാക്കി റിസൾട്ട് അപ്ലൈ ചെയ്യുക. എയുടെ സ്ഥാനത്ത് 2, അപ്പോൾ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ബൈ 2 എന്ന് വരും. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ബൈ 2 ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, അതായത് എക്സ് പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ പ്ലസ് സി. വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരൂടെ ഒന്ന് സിമ്പിൾ ആക്കി ഇടാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ബൈ 2 റൂട്ട് ഓഫ്. വേണ്ടേ, ഇതൊന്ന് തിരിച്ചാലോചിച്ചേ. വേണ്ട, ഇതേ സെയിം സാധനമാണ് ഇത്, ഇത് തന്നെയാണിത്, ഈ റൂട്ട് ഇത് തന്നെയാണിത്, ഇത് തന്നെയാണിത്. അതായത് ഇത് സോൾവ് ചെയ്ത് കിട്ടിയാൽ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ആണ്. അതിൻ്റെ കൂടെ ഒരു 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8 വരും അല്ലേ? സോ ഈ ചോദ്യം കൊടുത്താൽ മതി. ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമിനെയും നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഇത് തന്നെ എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും, ചോദ്യത്തിലുള്ള അതേ സാധനം തന്നെ എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ടീച്ചേഴ്സിൻ്റെ ആൻസർ കീയിൽ ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആൻസർ കീ മാത്രം നോക്കി മാർക്ക് ഇടുന്നവരാണെങ്കിൽ ചിലപ്പോൾ അരമാർക്കം കാണും, ചിലപ്പോൾ കുറയ്ക്കുമായിരിക്കാം, ഒരു ചെറിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ എഴുതുന്നതാണ് ബെറ്റർ കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8, ഇവിടെ 2 2 വെട്ടിയാൽ ബാക്കി 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് തണ്ടിത് അതേപോലെ തന്നെ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ചോദ്യത്തിനകത്ത് പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8 ആണ്. അത് സോൾവ് ചെയ്ത് ഉണ്ടാക്കിയ സാധനം ഇത്, ശരിയല്ലയോ? സിമ്പിളായിട്ട് ആലോചിച്ചൂടെ? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8 പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ. എക്സ് പ്ലസ് 2 ബൈ 2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8 പ്ലസ് 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 8 പ്ലസ് സി. ക്ലിയർ? 6ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ കോട്ടെക്സ്. എല്ലാവർക്കും ആൻസർ അറിയാം, ലോഗ് സൈൻ എക്സ് ആണ് അല്ലേ? ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഇത് ഓർത്തിരിക്കാനുള്ള മറ്റൊരു വഴിയും കൂടെ പറഞ്ഞുതരാം. ഇൻ്റഗ്രൽ കോട്ടെക്സിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം അല്ലേ? ഡി എക്സ്. നമുക്കറിയാം ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും അല്ലേ? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. ഡിനോമിനേറ്റർ സൈൻ എക്സ് ആണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മോഡിലുണ്ട്, ആൻസർ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഓക്കെ ആണേ. ഇനി അടുത്ത ഇത് 4 മാർക്ക് 5 മാർക്ക് ലെവലിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 5x പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 35. ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 രീതിയിൽ മുന്നോട്ട് പോകാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കാണുമ്പോൾ തന്നെ പലരും ചിന്തിക്കുന്ന ഒരു സാധനം, ഇത് ലീനിയർ ബൈ പോളിനോമിയൽ ആണ്. അതായത് ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്നെഴുതുന്ന ലീനിയർ ബൈ പോളിനോമിയൽ ടൈപ്പ് ആണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ആദ്യം തന്നെ വരേണ്ടത് ഡിനോമിനേറ്റർ ഫാക്ടറൈസബിൾ ആണോ എന്ന് ചോദിക്കണം. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം.
ഒരിക്കലും എന്താണ് നമ്മൾ ഈ പറയുന്ന ലീനിയർ ബൈ പോളിനോമിയൽ ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്ന് എഴുതി അവിടെ നിന്നൊരു ഫസ്റ്റ് 2 പാർട്ടായിട്ട് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടുമെങ്കിലും രണ്ടാമത്തെ പാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ബൈ പോളിനോമിയൽ കൺസെപ്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ആ ജനറലൈസ്ഡ് ഫോർമാറ്റ് 4 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒന്നിലേക്കൊക്കെ വന്ന് ചെയ്യാൻ കുറേ സമയം എടുക്കും. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഡിനോമിനേറ്റർ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 100% നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഫാക്ടറൈസ് ചെയ്ത് എഴുതി പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യാവുള്ളൂ. അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. x² - 2x - 35 സമ്മും പ്രോഡക്റ്റ് എടുക്കാം. x² - 2x - 35 സം എന്ന് പറഞ്ഞാൽ -2, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -35. നമ്പേഴ്സ് 7 5 ആണ് നമ്പേഴ്സ്. ഇനി സൈൻ ശ്രദ്ധിക്കണം. -7 5 -7 കൂട്ടിയാൽ -2 -7 × 5 -35. അപ്പം ഇതിനെ സ്പ്ലിറ്റ് ആക്കി എഴുതിയാൽ 5x + 1 ഫാക്ടറൈസബിൾ ആണ്. ഫാക്ടറൈസബിൾ അല്ലെങ്കിൽ മാത്രം ലീനിയർ ബൈ പോളിനോമിയൽ കൺസെപ്റ്റ് ഉപയോഗിക്കുക. ഫാക്ടറൈസബിൾ ആയതുകൊണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് വരും? x - 7 × x + 5 എന്ന് വരും അല്ലേ. x + 5 dx. 5x + 1 x - 7 × x + 5 dx. ഇനി ഇവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആണെങ്കിൽ ഓൾവേസ് ഗോ വിത്ത് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ. സോ 5x + 1 ഡിവൈഡഡ് ബൈ x - 7 × x + 5 എങ്ങനെ എഴുതാം? a/x - 7 പ്ലസ് b/x + 5. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ന്യൂമറേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് ഗുണിക്കും അല്ലേ. സോ അപ്പോൾ എന്ത് വരും? 5x ഇവിടെ തന്നെ എഴുതാം. 5x + 1 = ഇയാൾ നേരെ മുകളിൽ വരുമ്പോൾ എല്ലാം വെട്ടിപ്പോവും. ഇനി a × x - 7 കട്ടായിപ്പോ അല്ലേ. ഈ സാധനം നേരെ ഇവിടെ മുകളിൽ വരും. ഇപ്പോൾ x - 7 വെട്ടിയാൽ ബാക്കി എന്തുണ്ടാവും? x + 5 പ്ലസ് b × ഈ സാധനം നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ x + 5 x + 5 വെട്ടിയാൽ ബാക്കി ആരുണ്ടാവും? x - 7. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എഴുതി കാണിച്ചതാണ്. അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുന്നതാണ് ഉചിതം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ട്രിക്ക് കൂടെ വേണേൽ പറഞ്ഞുതരാം. ന്യൂമറേറ്റർ ഉണ്ടെങ്കിൽ അത് അതേപോലെ എഴുതുക, ഡിനോമിനേറ്റർ ഒഴിവാക്കുക. എന്നിട്ട് a/x - 7 ആണ്. ഇവിടെ x - 7 ഒഴിവാക്കി ബാക്കിയുള്ള ആളെ കൂടെ എഴുതുക. ഇവിടെ b/x + 5 ആണ്. അപ്പോൾ x + 5 ഒഴിവാക്കി ബാക്കി നിൽക്കുന്ന ആളെ കൂടെ എഴുതുക. ഇങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. എങ്ങനെ എഴുതിയാലും ലോജിക്കലായിട്ട് ആൻസർ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇനി അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ്, ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതിനേക്കാൾ എളുപ്പവഴി എന്തോ ഞാൻ പറഞ്ഞു തന്നെ. ഇങ്ങനെ x + 5 ഉണ്ട്, x - 7 ഉണ്ട്. എക്സിന് -5 കൊടുത്താൽ a പോയി കിട്ടും. -5 + 5 അപ്പം a പോയി b കിട്ടും. എക്സിന് 7 കൊടുത്താൽ 7 - 7 0. അപ്പോൾ എക്സിന് 7 കൊടുത്താൽ b പോയിട്ട് എനിക്ക് a കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് a കണ്ടുപിടിക്കാം. പുട്ട് x = 7. പുട്ട് x = 7. എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 7 കൊടുക്കുക. അപ്പോൾ എന്ത് വരും നോക്കിക്കേ. സോ 5 × വേണ്ട, ഈ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 7 കൊടുക്കുക. 5 × 7 + 1 = ഇവിടെ 7 - 7 0 ആവും. ബാക്കി തന്നെ ഇങ്ങോട്ട് കൊടുത്തേ. a × 7 + 5. ഇപ്പം 35 + 1 = 7 5 12a. അതായത് 36 = 12a. a = 36/12 3. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. a = എന്ത് കിട്ടി? 3 കിട്ടി. സെറ്റാണേ. ഇനി അടുത്ത ജോലി എന്തുവാ? നമുക്ക് b വേണം. b വേണമെങ്കിൽ a പോകണം. a പോകണമെന്നുണ്ടെങ്കിൽ എക്സിന് പകരം -5 കൊടുക്കുക. പുട്ട് x = -5. വേണ്ട, അന്നേരം എന്ത് വരും നോക്കിക്കേ. 5 × എക്സിന് പകരം -5. 5 × -5 + 1 = a × -5 + 5 0 ആവും. and ഇവിടെ -5 കൊടുക്കാം. b × -5 -7. ഓക്കെ, b × -5 -7. ഇവിടെ നോക്കിക്കേ. -25 + 1. ഇവിടെ 7 5 12 -12b. -25 + 1 -24. വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ എണ്ണം. 25 1 പോയി 24, വലുത് 25, ചിഹ്നം -12b. മൈനസും വെട്ടാം. അവിടെ b എന്ത് വരും? 24/12 അല്ലേ. 24/12
12. ആൻസർ എന്ത് കിട്ടും? 2 വരും ആൻസർ. അപ്പം എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ 2. ഇനി നമ്മുടെ അടുത്ത ജോലി എന്തായിരിക്കും? ദാണ്ട് ഇവിടെ എക്കും ബിക്കും വാല്യൂ കൊടുത്തെഴുതുക അല്ലേ? സോ നമ്മുടെ അടുത്ത ജോലി എന്താണ്? ദാണ്ട് എക്കും ബിക്കും വാല്യൂ കൊടുത്തെഴുതുക എന്നുള്ളതാണ് അടുത്ത ജോലി. എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ 2. വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? സോ 5x + 1 / x - 7 × x + 5 = a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് 3 ആണ്. സോ 3 / x - 7 പ്ലസ് b എന്ന് പറയുന്നത് എന്താണ്? 2 / x + 5. ഓക്കെ, രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 5x + 1 / x - 7 × x + 5 dx = 3 മാറ്റി നിർത്തുക. 3 കോൺസ്റ്റൻ്റ് ആണ്. 3 × ഇൻ്റഗ്രൽ 1 / x - 7 dx പ്ലസ് 2 × ഇൻ്റഗ്രൽ 1 / x + 5 dx. ഇങ്ങനെ മാറും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 പുറത്തെടുക്കാം, 2 പുറത്തെടുക്കാം, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ബാക്കി ഫംഗ്ഷൻസിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എൻ്റെ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ആയി. ഇൻ്റഗ്രൽ 5x + 1 ക്വസ്റ്റ്യനിൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ഫോം ആയിരുന്നു അല്ലേ? x² + 5x - 7x - 2x - 7 5 35 dx. ഇങ്ങനെ ആയിരുന്നു ക്വസ്റ്റ്യൻ. റൈറ്റ് സൈഡ് തന്നെ ഇപ്പോൾ ആൻസർ ആകാൻ പോവാ. 3 × നോക്കിക്കേ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ. x - 7ൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 7ൻ്റെ ഡെറിവേറ്റീവ് 0, 1 - 0 എന്ന് പറഞ്ഞാൽ 1 മുകളിലുണ്ട്. ആൻസർ ലോഗ് ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് ലോഗ് മോഡ് x - 7. സിമിലർലി 2 × ലോഗ് x + 5ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അത് മുകളിലുണ്ട്. ലോഗ് മോഡ് x + 5 പ്ലസ് c. 3 × ലോഗ് മോഡ് x - 7 പ്ലസ് 2 × ലോഗ് മോഡ് x + 5 പ്ലസ് c ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. സോ അടുത്ത നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 2 ക്വസ്റ്റ്യൻ, ലാസ്റ്റിലത്തെ 2 ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഒരു 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 3 × നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്തോ. cos x-ൻ്റെ ഇൻ്റഗ്രൽ sin x, 1/x-ൻ്റെ ഇൻ്റഗ്രൽ log x, e⁻x-ൻ്റെ ഇൻ്റഗ്രൽ e⁻x തന്നെ പ്ലസ് c. കിട്ടി 1 മാർക്ക്, വളരെ നിഷ്പ്രയാസം. ഓക്കെ, ഇനി അടുത്ത ഇതും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ √x - 1/√x². നേരെ ചാടിക്കറി ഇൻ്റഗ്രേറ്റ് ചെയ്യരുത്. ഒരു സിംപ്ലിഫിക്കേഷൻ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് വരും? ഇൻ്റഗ്രൽ a - b² a² - 2ab + b² അല്ലേ? a² എന്ന് പറഞ്ഞാൽ √x-ൻ്റെ സ്ക്വയർ, 2ab 2 × √x × 1/√x പ്ലസ് b² എന്ന് പറഞ്ഞാൽ 1/√x-ൻ്റെ സ്ക്വയർ. ഓക്കെ ആണേ? അത്രയും dx സെറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ √x-ൻ്റെ സ്ക്വയർ x, √x കട്ട് ചെയ്ത 2, 1/√x-ൻ്റെ സ്ക്വയർ 1/√x-ൻ്റെ സ്ക്വയർ x dx. ഓക്കെ ആണേ? നോക്കിക്കേ, വേണ്ട. ഇനി x-ൻ്റെ ഇൻ്റഗ്രൽ x² / 2, 2ൻ്റെ ഇൻ്റഗ്രൽ 2x, കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ x ചേർത്താൽ മതി. 1/x-ൻ്റെ ഇൻ്റഗ്രലോ log x, 1/x-ൻ്റെ ഇൻ്റഗ്രൽ log x പ്ലസ് c. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 10 ക്വസ്റ്റ്യൻസ്, നല്ല അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും, 100% ഷുവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപകാരപ്രദമായ ചാപ്റ്റർ വൈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, സീ യു.